അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജുനൈദാണ്, ഐഷു എക്സ്പാൻഡ് CCTV ടെക്നീഷ്യനും മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. ജുനൈദാണ് പേര്. അപ്പോൾ അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം ഹൈക്വിഷൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് കസ്റ്റമർക്കെല്ലാം. അപ്പം നമുക്കിപ്പം ഹൈക്വിഷൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം ഹൈക്വിഷൻ്റെ പ്രൊഡക്ഷൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇപ്പം പഴയ സ്റ്റോക്കുകളാണ് ഇപ്പോൾ അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം കസ്റ്റമർ ഹൈക്വിഷൻ്റെ പ്രൊഡക്റ്റ് എടുക്കാതിരിക്കുക. ഇതിപ്പോൾ കൺഫേം അല്ല, ഇതിപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഹൈക്വിഷൻ്റെ പ്രൊഡക്റ്റ് നിർത്തി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ ഹൈക്വിഷൻ ചെയ്യുന്നില്ല. ഇതിപ്പം ഞാനൊരു 200-300 വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ഹൈക്വിഷൻ്റെ ക്യാമറ, ഹൈക്വിഷൻ്റെ പ്രൊഡക്റ്റ് നമ്മളെല്ലാ കസ്റ്റമർക്കും നമ്മൾ കൊടുത്തേക്കുന്നത്. പക്ഷേ ഹൈക്വിഷൻ്റെ അതായത് നമ്മൾ കൊടുത്ത കസ്റ്റമർക്ക് എല്ലാം, അതായത് ഇപ്പോൾ 300 കസ്റ്റമർ ആണെങ്കിൽ ആ 300 കസ്റ്റമർക്കും ഹൈക്വിഷൻ്റെ പ്രൊഡക്റ്റ് വെച്ച എല്ലാ കസ്റ്റമർക്കും ഞാനും എൻ്റെ കമ്പനി കറക്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അത് 100% ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡീലർഷിപ്പ് എടുത്തതും വെൽവ്യൂവിൻ്റെയാണ്. നമുക്ക് വെൽവ്യൂ ഇപ്പോൾ വന്ന പുതിയ കമ്പനിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് DVR NVR എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാ കസ്റ്റമർക്കും നമ്മൾ ഈ വെൽവ്യൂവിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ വന്നേക്കുന്നത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത വിധം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലും കിട്ടും. ഐഫോൺ ആണെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എടുക്കാനുള്ളത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ഇത് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേരുന്നത് ഇപ്പം ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും നമുക്ക് സെയിം ആപ്ലിക്കേഷൻ ആണ്. TSEYE ആണ് നമ്മുടെ വെൽവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അതായത് നമ്മൾ ഫോണിൽ CCTV ആക്സസ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ IP ക്യാമറ ആണെങ്കിലും ഇപ്പം നോർമൽ CCTV ക്യാമറ ആണെങ്കിലും എല്ലാത്തിനും സെയിം ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ചില IP ക്യാമറയിൽ നമുക്ക് വെൽവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ TSEY. ഇതാണ് നമ്മുടെ CCTV ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ TSEY നമ്മൾ വെൽവ്യൂവിൻ്റെ ക്യാമറ CCTV ആക്സസ് ചെയ്യാനുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിൽ TSEY എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഞാനൊരു ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ വന്നത്. ഇതിൽ ഓപ്പൺ നിൽക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു ID ഇപ്പോൾ ചെയ്യണം. ഇതിപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പാസ്വേഡ് അടിക്കുക. ഇതിപ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്ന ശേഷം ഇതിൽ നമ്മുടെ ഡിവൈസ് ഇതിൽ കാണും. ഓക്കെ, ഇതിൽ ഏറ്റവും ടോപ്പിൽ ഒരു ഒരു പ്ലേ ബട്ടൺ സിമ്പിൾ ഉണ്ടോ, അതിൽ നിൽക്കുക. എന്നിട്ട് ഈ ടോപ്പിൽ കാണുന്ന ഒരു ലെഫ്റ്റും റൈറ്റും ഒരു ആര ഉണ്ടോ, അതിൽ നിൽക്കുക. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഇങ്ങനെ തിരിഞ്ഞു പോകും. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇത് മറ്റൊരു ക്യാമറ സിമ്പിൾ കാണുന്നത് നമുക്ക് സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ഫുൾ കാണുന്ന ഒരു സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ഗാലറി സേവ് ആവും. ഇപ്പുറത്ത് നമുക്ക് വീഡിയോ ആണെങ്കിൽ അതായത് ഇപ്പം ഈ കാണുന്ന ഈ ഒരു ക്യാമറ, ഏറ്റവും ടോപ്പിൽ കാണുന്ന ക്യാമറ 1 ഒരു റെക്കോർഡിന്റെ സിമ്പിൾ ഉണ്ട്. ഇത് നമ്മളിപ്പം ഈ റെക്കോർഡ് ചെയ്ത തൊട്ടുള്ള വീഡിയോ മാത്രം നമുക്ക് റെക്കോർഡായിട്ട് നമുക്ക് ഗാലറി സേവ് ആവും. അതായത് നമുക്ക് ലൈവ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇത് പിന്നെ അതിന്റെ അപ്പുറത്തുള്ളത് ഇത് നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് ഈ 360 റൊട്ടേഷൻ വരുന്ന ക്യാമറ നമുക്ക് ലെഫ്റ്റും റൈറ്റും നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ ഇതിൽ നമുക്ക് 360 ക്യാമറ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ വെൽവ്യൂവിന്റെ CCTV ആപ്ലിക്കേഷൻ എടുത്താൽ നമ്മളിത് റെസൊല്യൂഷൻ എന്തായാലും ഇതിൽ SD ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ ഈ സ്ക്വയർ പോലത്തെ എടുക്കുക. അപ്പൊ നമുക്ക് റെസൊല്യൂഷൻ വരും. അതിൽ SD മാറ്റി HD ആക്കുക. ഓക്കെ, നമുക്ക് HD നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി കിട്ടും. ഓക്കെ,
പിന്നെ നമുക്ക് അതിന്റെ അപ്പുറത്തൊരു മൈക്കിന്റെ സിമ്പിൾ കണ്ടോ, മൈക്രോഫോണിന്റെ സിമ്പിൾ. നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്നത് നമുക്ക് അതിന്റെ സ്പീക്കർ, അതായത് നമുക്ക് ഇതിന്റെ ക്യാമറ വോളിയം നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിപ്പം ഫോൺ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇത് കേൾക്കാൻ പറ്റാത്തത്. ഇത് നമുക്ക് ഇതിന്റെ സ്പീക്കറിന്റെ സിമ്പിൾ ഞെക്കി നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇതിൽ ഓഡിയോ കിട്ടും. പിന്നെ ഇതിപ്പം ഓഫ് ആണെങ്കിൽ നമുക്ക് ക്യാമറ നമുക്ക് 24 അവേഴ്സ് നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും. ഇതിപ്പോ നമുക്ക് ലൈവില് മാത്രം സൗണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം, വേണമെങ്കിൽ ഓൺ ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് സൂം ചെയ്ത് നമുക്ക് വലുതായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ക്യാമറ 1ൽ പോയിട്ട് ക്യാമറ 2ൽ പോയിട്ട് 2 പ്രാവശ്യം നിൽക്കുമ്പോൾ ക്യാമറ വലുതായിട്ട് വരും. ചെയ്തിട്ട് പിന്നെയും റെസൊല്യൂഷനിൽ പോയിട്ട് പിന്നെയും HD ആക്കണം. നമുക്ക് HD നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. റെസൊല്യൂഷൻ SD ആയിട്ടേ വരത്തുള്ളൂ. അതിനെ HD ആക്കും. അതാണ് എല്ലാ കസ്റ്റമറും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഇതിപ്പം ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഉള്ളത്. പിന്നെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് റിട്ടേൺ പോയാൽ നമുക്ക് ഇതിൽ ടോക്ക്, അതായത് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ, വീഡിയോ, സ്നാപ്പ്, സെറ്റപ്പ്, ഇത്രേ ഉള്ളൂ. അതായത് ഞാനിപ്പം ആദ്യം കാണിച്ച സെറ്റപ്പിനാണ് നമുക്കിപ്പം മുകളിലുള്ള ഓപ്ഷൻസ്. ഓക്കെ. പിന്നെ ഉള്ളത് 1 സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ക്യാമറ ആക്കി നമുക്ക് മാത്രം കാണാൻ പറ്റും. 4 സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് 4 ക്യാമറ ആട്ടി നമുക്ക് മാത്രം കാണാൻ പറ്റും. ഇതേപോലെ 9 സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് 9 നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 9 സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 16 സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് 16 സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ. ഓക്കെ. ഇത് നമ്മൾ വെച്ചേക്കുന്ന 7 ചാനൽ DVR ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ 9 ചാനൽ എടുത്താൽ മതി. പിന്നെ അതിന്റെ താഴെ കാണുന്ന പിന്നെ റെസൊല്യൂഷൻ, ഇതിപ്പോ HD ആണ് കിടക്കുന്നത്. നമുക്കാണെങ്കിൽ SD ആക്കാൻ പറ്റും. SD ആക്കാം. പിന്നെ അതിന്റെ ക്വാളിറ്റി കുറയും. പിന്നെ നമുക്ക് HD ആക്കാം. ഓക്കെ. പിന്നെ അതിന്റെ അപ്പുറത്ത് നേരെ പ്ലേ ബാക്ക്. ഇതിൽ നമുക്ക് പ്ലേ ബാക്ക് റെക്കോർഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡേറ്റും സമയവും എല്ലാം നമുക്ക് അറിയാണ്ട് ഇത് നമുക്ക് ടൈമാണ്. ഇതിന്റെ മുകളിൽ ഡേറ്റ്. പിന്നെ നമുക്ക് ഒരു ക്ലോക്കിന്റെ നമുക്ക് സിമ്പിൾ ഉണ്ട്. നമുക്ക് അതിൽ നിൽക്കും. നമുക്ക് ഇതിന്റെ ഡേറ്റ് വൈസ് എല്ലാം നമുക്ക് കൃത്യം എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിൽ പോയിട്ട് റിവേഴ്സ് പോയിട്ട് പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് പിന്നെ ക്ലൗഡ് സർവീസ് ആണ്. ക്ലൗഡ് സർവീസ് നമുക്ക് ക്യാഷ് കൊടുത്ത് ആക്റ്റീവ് ആക്കുന്ന കേസാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ CCTV TVRൽ നമുക്ക് ഓൾറെഡി നമുക്ക് അതിൽ ഹാർഡ് ഡിസ്കും കാര്യങ്ങളും സ്റ്റോർ ഡിവൈസ് എല്ലാം ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. നമുക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. എന്നെ ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ നമ്മളെ കമ്പനി സൈറ്റിൽ ഒന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്ലൈന്റ് ക്ലിയർ ആവും. അപ്പം ഇതാണ് നമ്മുടെ വെൽബ്യൂന്റെ നമുക്ക് CCTV ആക്സസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ മെത്തേഡ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിപ്പോ എന്റെ കസ്റ്റമർ ആണെങ്കിലും ഇതിപ്പോ എന്റെ വീഡിയോ കാണുന്നതാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫോൺ നമ്പർ ഉണ്ട്. നമ്മുടെ സ്റ്റാഫിനെ വിളിക്കാം, ടെക്നീഷ്യന്മാരെ വിളിക്കാം, എന്നെ വിളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ എല്ലാവരും ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിനോ, അതായത് വർക്ക് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. എപ്പോഴും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്.